കോഴിക്കോട് ബീച്ച് തപ്പാണ് ആളെപ്പോഴാ കിട്ടിയത്. നോമ്പായതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് ഞാൻ വരലില്ല കേട്ടോ. ഏറെക്കുറെ സമയം എടുക്കും ഇവിടെ എത്താൻ, നോമ്പൊക്കെ തുറന്ന്. പക്ഷെ ഞാൻ ഇന്നലെ തറാവിയൊക്കെ നിസ്കരിച്ച് എൻ്റെ ബ്രദറിൻ്റെ ഒപ്പം തറാവിയൊക്കെ നിസ്കരിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 9 മണിയായി. ഞങ്ങൾ രണ്ടാളും ഒപ്പം നിസ്കരിച്ച്. അപ്പോൾ അതിനുശേഷമാണ് ബീച്ചിലെത്തിയിട്ടോ. അപ്പോൾ കുറച്ച് ഉസ്താദുമാർ ഇങ്ങനെ ഞങ്ങളെ നോക്കി നടക്കുന്നുണ്ട്. ഇത് ജെന്യൂൻ ആയിട്ട് പറയുന്നതാണ്. ചില സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ടൊക്കെ ചെയ്യലുണ്ട്, പക്ഷേ ഇത് സ്ക്രിപ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇവരെ നമ്മൾ കാണുന്ന ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇർഷാദ് എന്ന് പറയുന്ന ഉസ്താദ് കേട്ടോ, ആ കണ്ണട വെച്ചിട്ടുള്ള ഇവരൊക്കെ കടലുണ്ടി ഉള്ളതാണ് കേട്ടോ. കുറെ നോക്കി നടന്ന അവസാനം കണ്ടെത്തി ഇവിടുന്ന് പെർഫ്യൂം എടുത്തിട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച നോമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ശക്തമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ, നല്ല മഴയും കാറ്റും. അന്ന് കുറേ നേരം ഇങ്ങനെ സൈഡിൽ കയറിയിരുന്നു. നമ്മുടെ ഓയിൽസ് നമ്മൾ സോഴ്സ് ചെയ്യുന്ന കേരളത്തിന് അതുപോലെ തന്നെ ബോംബെ നിന്നൊക്കെ കേട്ടോ. അപ്പോൾ ബോംബെയിൽ നിന്ന് 1-2 ഓയിൽസ് സ്ഥിരമായിട്ട് വരലുണ്ട് നമുക്ക്. പക്ഷെ അതിൽ കുറച്ച് ക്വാളിറ്റി പ്രശ്നം വന്നിട്ടോ. ഞാൻ അവർക്ക് തിരിച്ചയച്ചു. ഇതാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി തരുന്നുണ്ടോ സാധനം. നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിനോട് കൂടി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും കേട്ടോ. സ്ട്രീറ്റിൽ നിന്ന് മൈമിൻ എന്ന് പറയുന്ന നമ്മുടെ പെർഫ്യൂം ബ്രാൻഡ് വളർച്ച കാണുവാൻ ഫോളോ ചെയ്ത് കൂടെ കൂടുമല്ലോ.